നമസ്കാരം. ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചരണം നടത്തിയതിന് പോലീസ് കേസെടുത്തു. ഒരു സമൂഹമാധ്യമ കൂട്ടായ്മയ്ക്കെതിരെയാണ് കേസ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192, 45 വകുപ്പുകൾ, ദുരന്ത നിവാരണ നിയമത്തിലെ 51 വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസ്. സമൂഹമാധ്യമമായ എക്സിൽ കോഴിക്കോടൻസ് 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും. ഇതിനായി സമൂഹമാധ്യമങ്ങളിൽ സൈബർ പോലീസിൻ്റെ നിരീക്ഷണം ശക്തമാക്കി. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് 2 പോസ്റ്റുകളാണ് കോഴിക്കോടൻസ് 2.0 എന്ന പേജിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഉപയോഗത്തിലെ പ്രശ്നങ്ങളാണ് ഇതിൽ ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെടുത്തിയും ഇതിനെ കൂട്ടിക്കെട്ടുന്ന പോസ്റ്റുകൾ ഉണ്ട്. ഇതിനൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പേജിനെതിരെ സൈബർ പോലീസ് കേസെടുക്കുന്നത്. കോൺഗ്രസ് അനുകൂല പോസ്റ്റാണ് ഇതെന്നാണ് സൂചന. രാത്രിയിലെ രക്ഷാപ്രവർത്തനം നിർത്തുന്നതിനെ പോലും വിമർശിക്കുന്നുണ്ട് ഈ പേജിൽ. ഷിരൂരിലെ ദൗത്യത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായി കൂട്ടിക്കെട്ടിയാണ് വിമർശനം. കമ്മികൾക്ക് കർണാടകയിൽ രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കേരളത്തിലെ ജീവനുകൾക്ക് ഒന്നും ഒരു വിലയും ഇവർ കൊടുക്കുന്നില്ലേ? ഷിരൂരിൽ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിയതിന് എതിരെ വാതുറക്കുന്ന കമ്മികൾക്ക് ഒന്നും പറയാനില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്. ഇതിനെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ദുഷ്കരത മറച്ചുവെക്കുന്നതാണ് പോസ്റ്റുകൾ എന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഇനിയും കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകൾ ഇത്തരം വിമർശനങ്ങൾ ഉയർത്തും എന്ന വിലയിരുത്തൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സർക്കാർ വിരുദ്ധ സോഷ്യൽ മീഡിയ ഇടങ്ങളും പോലീസ് നിരീക്ഷിക്കും. വിമർശനം അതിരുവിട്ടാൽ ഉടൻ കേസെടുക്കാനാണ് തീരുമാനം.